പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ചാടിയും ജീവൻ രാജും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സാറും രഘുവും ചീരുവും കൂടി സംസാരിക്കുകയാണ്. അവൾ ആ ജീവൻ രാജിന്റെ കൂടെ കറങ്ങി നടക്കുകയായിരിക്കും. ഇത്രയും നേരമായിട്ടും കോളേജ് വിട്ട് അവൾക്ക് വീട്ടിലേക്ക് വരാൻ കഴിയുന്നില്ലല്ലോ, അവൾക്കൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞൂടെ എന്നൊക്കെ ചീരു പറയട്ടോ. അങ്ങനെ രഘു പറയാണ്, കുറച്ചു നേരം കൂടി നമുക്ക് കാത്തു നിൽക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിറങ്ങിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ചീരു മഞ്ചാടിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ സമയത്തൊക്കെ മഞ്ചാടിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ്. അങ്ങനെ ദാസാറ് പറയുന്നുണ്ട്, അണ്ണന് മഞ്ചാടിയുടെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്, നമ്മളോട് ആരോടും പറയാതിരിക്കുന്നതാണ്. എന്തായാലും മഞ്ചാടി ഇന്ന് ഇവിടേക്ക് വരട്ടെ, എന്നിട്ട് അവളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ രഘു മഞ്ചാടിയെ തെരഞ്ഞുകൊണ്ട് പോവാൻ നിൽക്കാൻ കേട്ടോ. ഈ സമയത്താണ് ജീവൻ രാജും മഞ്ചാടിയും കൂടി വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്നത്. ആ സമയത്താണ് ജീവൻ രാജിൻ്റെ ബൈക്ക് കേടുവരുന്നത്. അപ്പോൾ മഞ്ചാടിയോട് ജീവൻ രാജ് പറയുന്നുണ്ട്, നിന്നെ ഞാനൊരു ഓട്ടോ വിളിച്ച് പറഞ്ഞയക്കാം, നീ പൊയ്ക്കോ എന്ന് പറയുമ്പോഴും മഞ്ചാടി വാശി പിടിച്ച് ജീവൻ രാജിൻ്റെ കൂടെ മാത്രമേ പോവുകയുള്ളൂ എന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജീവൻ രാജ് പറയുന്നുണ്ട്, മഞ്ചാടി നീ ഒന്ന് പറഞ്ഞത് കേൾക്ക്, നിൻ്റെ വീട്ടിലുള്ളവരൊക്കെ നല്ല വിഷമിക്കുന്നുണ്ടാവും നിന്നെ കാണാത്തത് കൊണ്ട് തന്നെ. നീ ഒരു കാര്യം ചെയ്യേ, നീ ഓട്ടോയിൽ പോയിക്കോ, ഞാൻ ഈ ബൈക്ക് റെഡിയാക്കിയതിൻ്റെ ശേഷമാണ് വീട്ടിലേക്ക് പോവുകയുള്ളൂ. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്നതിൻ്റെ ശേഷം മാത്രമാണ് ഈ ബൈക്ക് റെഡിയാവുകയുള്ളൂ, അതിന് കുറച്ച് സമയം പിടിക്കും എന്ന് പറയുമ്പോഴും മഞ്ചാടി അത് കൂട്ടാക്കുന്നില്ല. മഞ്ചാടി പറയുകയാണ്, ഞാൻ ബൈക്ക് റെഡിയാക്കിയ ശേഷം മാത്രമാണ്, ജീവനൊപ്പം മാത്രമാണ് പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുമ്പോഴും മഞ്ചാടി നമുക്ക് ഒരുമിച്ച് പോവാം, അതിന് മാത്രം അധികം നേരം വൈകിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ചാടി പറയണ, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചീരു ചേച്ചിയെ വിളിച്ച് കാര്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്ന സമയത്താണ് മഞ്ചാടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ വിവരം മഞ്ചാടി അറിയുന്നത്. അപ്പോൾ ജീവൻ്റെ ഫോൺ വാങ്ങിയിട്ട് ചീരുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ രഘു ആണെങ്കിലോ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ചീരുവിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. അപ്പോൾ മഞ്ചാടിയാണെന്ന് കാണുന്ന സമയത്ത് ചീരു ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, ഇത്രയും നേരമായിട്ടും നീ എവിടെയാടി, നീ എന്താ വീട്ടിലേക്ക് വരാത്തത് എന്നൊക്കെ ചോദിക്കാട്ടോ. നിൻ്റെ ഫോണിലേക്ക് എത്ര തവണയായി ഞാൻ വിളിക്കുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, നീ എന്താ വരാത്തത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ, എന്തിനാണ് ചീരു ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഞാൻ ഇന്ന് കോളേജിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കാരണമാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവിടേക്ക് വരുന്ന സമയത്താണ് ബൈക്ക് കേടായത്, ഞാനിപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ അവിടേക്ക് വരുമെന്ന് പറയട്ടോ. അപ്പോൾ രഘു പറയണം, നീ എന്നാൽ അവിടെ നിൽക്ക്, നീ എവിടെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ വിളിക്കാൻ വരാം എന്ന് പറയുമ്പോൾ, അത് വേണ്ട രഘുവേട്ട, ഞാൻ തന്നെ അവിടേക്ക് വന്നോളാം, അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കുക കേട്ടോ. എന്നിട്ട് ജീവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തുടരെ ഫോൺ വരും, അതുകൊണ്ട് ഇത് സ്വിച്ച് ഓഫ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ്. എന്നിട്ട് ചീരു വീണ്ടും ആ നമ്പറിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ്. അങ്ങനെ രഘുവിൻ്റെ ഫോണിൽ നിന്നും ആ നമ്പറിലേക്ക് വിളിക്കുമ്പോഴാണ് അത് ജീവൻ രാജിൻ്റെ നമ്പറാണെന്നുള്ളത് രഘുവിന് മനസ്സിലാകുന്നത്. അപ്പോൾ അവൾ ഫ്രണ്ടിൻ്റെ കൂടെ എന്ന് പറഞ്ഞത് ജീവൻ രാജിൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടി പോയതാണ്, അവൾ ഇന്ന് ഇവിടേക്ക് വരട്ടെ, അവളെ ഇങ്ങനെ വിട്ടാൽ മതിയാവില്ല എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ രഘുവിനും ചീരുവിനും ഒക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് മഞ്ചാടിയുടെ ഈ അഹങ്കാരം കാണിക്കുമ്പോൾ. അങ്ങനെ അവർ 2 പേരും കൂടി ബൈക്കുമായി ഉന്തിപ്പോകുന്ന സമയത്താണ് അവിടേക്ക് വിനയൻ ബൈക്കുമായിട്ട് വരുന്നത്. അങ്ങനെ ഇവർ 2 പേരെയും കാണുന്ന സമയത്ത് വിനയൻ ബൈക്ക് നിർത്തി, എന്താ ജീവ നിങ്ങൾ 2 പേരും ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അത് വിനയേട്ട ഞങ്ങളുടെ ബൈക്ക് കേടുവന്നതാണ് എന്ന് പറയാണ്. എന്നാൽ നീ എൻ്റെ ബൈക്കിൽ വായോ എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ജീവനൊപ്പം വന്നോളാം, ഏട്ടൻ പോയിക്കോ, ഞാൻ ചേച്ചി ചേച്ചിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ, അത് പറ്റില്ല, നീ എൻ്റെ കൂടെ ഇപ്പോൾ വന്നേ മതിയാവൂ എന്ന് പറയാണ്. ജീവ നീ ഇവളോട് പറഞ്ഞ് മനസ്സിലാക്ക് എന്ന് പറയാണ്. അങ്ങനെ ജീവൻ പറയാണ്, പ്ലീസ് മഞ്ചാടി നീ ഇപ്പോൾ വിനയൻ്റെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞ് ജീവൻ നിർബന്ധിച്ച് മഞ്ചാടിയെ പറഞ്ഞയക്കുക കേട്ടോ. അങ്ങനെ മഞ്ചാടിക്കാണെങ്കിലോ ജീവനെ വിട്ട് പിരിയാൻ വയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ബൈക്കിൽ കയറുമ്പോഴും നോക്കിക്കൊണ്ട്, എന്നാൽ ശരി എനിക്ക് രാത്രിയിൽ വിളിക്കണം, വീട്ടിലെത്തിയാൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ വിനയൻ നേരെ മഞ്ചാടിയുമായിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് രഘുവും ചീരുവും ആ ബൈക്കിൻ്റെ സൗണ്ട് കേട്ട്, ആ ജീവൻ്റെ കൂടെയായിരിക്കും അവൾ വരുന്നത്, ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ദാസാർ പറയണ്, അവളെ ഇപ്പോൾ ജീവൻ്റെ മുന്നിൽ വെച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട, നമ്മുടെ കുട്ടിയെ ആദ്യം അടക്കി നിർത്തണം, എന്നിട്ട് മതി ജീവനെ അടിക്കാനൊക്കെ ഒരുങ്ങല് എന്ന് പറഞ്ഞ് 2 പേരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ദാസാറും കൂടി വരികയാണ്. ആ സമയത്താണ് വിനയൻ്റെ കൂടെ മഞ്ചാടി വരുന്നത് കാണുമ്പോൾ, അപ്പോൾ ചിരി ചോദിക്കുകയാണ്, എങ്ങനെ ഇവളെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ റോഡരികിൽ വെച്ച് ഇവളെ കണ്ടതാണ്, ഒരു ഫ്രണ്ടുമായി ഇവൾ ഇവിടേക്ക് വരികയായിരുന്നു എന്ന് പറയും. ആ ഫ്രണ്ട് ഏതാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ആ ജീവനൊപ്പമല്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ മഞ്ചാടി അഹങ്കാരം
അഹങ്കാരത്തോടെ പറയുകയാണ്, ഞാനതിന് ജീവൻ്റെ കൂടെ അല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ദാസാർ പറയണേ, നീ കൂടുതൽ ന്യായീകരിക്കുമെന്നും വേണ്ട, നീ അകത്തേക്ക് പോ, എന്നിട്ട് ഫ്രഷായ ശേഷം നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് മഞ്ചാടിയെ അകത്തേക്ക് പറഞ്ഞയക്കാം കേട്ടോ. അങ്ങനെ ദാസാറും രഘുവും വിനയനും കൂടി സംസാരിക്കുകയാണ്. ആ ജീവനെ നിലക്ക് നിർത്തണമല്ലോ എന്ന് രഘു പറയുമ്പോൾ, ജീവനെ അല്ല രഘുവേട്ട നിലക്ക് നിർത്തേണ്ടത്, ആദ്യം നമുക്ക് മഞ്ചാടിയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയണേ. അപ്പോൾ ദാസാർ പറയുന്നത്, വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറയാം. പിന്നീട് ഇന്ദ്രനും സുശീലയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് സുശീല പറയാണ്, ഇന്ദ്ര നീ ഇങ്ങനെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട, അനുപമയുടെ പേരിൽ ആ വീട് വാങ്ങിക്കില്ല, അത് ഈ അമ്മയാണ് പറയുന്നത്. ഈ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു തരും എന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ, നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട എന്ന് പറയുമ്പോൾ, അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്, അമ്മ എന്താണ് പ്ലാൻ ചെയ്തത് എന്ന് വെച്ചാൽ എന്നോടൊന്ന് പറ എന്ന് പറയുമ്പോഴാണ് സുശീലയുടെ ഫോണിലേക്ക് ഹർഷ വിളിക്കുന്നത്. എന്നിട്ട് ഹർഷ അഭിനയിച്ചുകൊണ്ട്, സുശീലയും ഹർഷയും അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഇന്ദ്രൻ്റെ മുന്നിൽ വെച്ച്. എനിക്ക് വല്ലാത്ത വയറുവേദനയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സുശീല ആൻറ്റിയും ഇന്ദ്രനും കൂടി ഇവിടേക്ക് വന്ന് എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ്റെ മുന്നിൽ സുശീല അഭിനയിച്ചുകൊണ്ട് പറയുകയാണ്, അപ്പോൾ രവി നിന്നെ കൊണ്ടുപോവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അയാൾ കാരണമല്ലേ ഞാൻ വീണത്, അതുകൊണ്ട് അയാൾ എൻ്റെ കൂടെ വരണ്ട, സുശീല ആൻറ്റിയും ഇന്ദ്രനും കൂടി ഇവിടേക്ക് വരുമോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ സുശീല പറയണ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ സുശീലയും ഇന്ദ്രനും കൂടി രവിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ, കാറുമായിട്ട്. അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് രവി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ രവി ചോദിക്കാം, എന്ത് വേണം നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ഭാര്യ ഇവിടെ സുഖമില്ലാതെ കിടന്ന് വെപ്രാളം പിടിക്കുന്ന സമയത്ത് നിനക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൂടെ എന്ന് സുശീല ചോദിക്കുമ്പോൾ, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല എന്നുള്ളത് നിങ്ങളോട് ആര് പറഞ്ഞു, ഈ വീട്ടിൽ നിൽക്കുന്ന ഭർത്താവായ എനിക്ക് അറിയാത്തത് നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു, നിങ്ങളോട് ആരാണ് ഈ കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഹർഷ പുറത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് ഹർഷ പറയണേ, ഞാനാണ് വിളിച്ചു പറഞ്ഞത്, എനിക്ക് നിങ്ങൾ കാരണമാണ് ഈ വേദന വന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, വാ ആൻറ്റി എന്ന് പറയണേ. അപ്പോൾ സുശീല ഇന്ദ്രനോട് പറയണേ, നീ കാറ് തിരിച്ചിടാൻ വേണ്ടി പറ എന്നും പറഞ്ഞ് ഇന്ദ്രനെ പറഞ്ഞയക്കാം കേട്ടോ. അങ്ങനെ പറയണേ, എങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ, വേണ്ട, നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ വേദന വന്നത്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് ഹർഷ സുശീലയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രവിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇവൾ ഇതിന് വേണ്ടിയിട്ടാണല്ലേ അഭിനയിച്ചത്, ഇവൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിനാണ് ഈ നാടകവും ആയിട്ട് ഇവർ 3 പേരും കൂടി ഇപ്പോൾ പോകുന്നത് എന്ന് രവിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ 3 പേരും കാറിൽ പോയ ശേഷം രവി കതക കുറ്റിയിട്ട് അകത്തേക്ക് കിടക്കാൻ പോവുകയാണ് കേട്ടോ. ഈ സമയം 3 പേരും കൂടി നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഹർഷ ആക്രാന്തത്തോടു കൂടി മസാല ദോശ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ദോശ കഴിക്കാനാണോ ഞങ്ങളോടൊക്കെ കാറ് വിളിച്ച് വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആ രവിയുമായിട്ട് വഴക്കിട്ട ശേഷം വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല, അപ്പോൾ വിശപ്പ് കാരണമാണ് എനിക്ക് വേദന തോന്നിയത് എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻ പറയണേ, എന്നാൽ നിനക്ക് ഫോൺ വിളിച്ച സമയത്ത് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ വിശന്നിട്ടാണ് എന്നുള്ളത്, അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവരുമായിരുന്നല്ലോ. അങ്ങനെയല്ല, എനിക്ക് ഡോക്ടറെ കാണണമെന്ന് തന്നെയായിരുന്നു, എന്താണെന്നറിയില്ല, ഭക്ഷണം കഴിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് വേദനയൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സുശീല പറയണ, പാവമാണ് ഹർഷ, ഈ സമയത്ത് ഗർഭിണിയായി നീ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് കുഞ്ഞിനെ കൂടിയാണ് ബാധിക്കുക, എന്താ ഇനി വേണ്ടത്, നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ ഹർഷ പറയണേ, ഇനി എനിക്ക് ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുക, അപ്പോൾ പിന്നെ നിൻ്റെ പ്ലാൻ എന്താണ്, വീട്ടിലേക്ക് തിരിച്ചു പോവുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ വീട്ടിലേക്ക് പോവാം, പക്ഷേ ഞാൻ ഇനി തനിച്ച് ആ വീട്ടിലേക്ക് അയാളുടെ അടുത്തേക്ക് പോവില്ല, എനിക്ക് പേടിയാണ് ആൻറ്റി, അതുകൊണ്ട് ആൻറ്റി എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രന് കാര്യം മനസ്സിലാവുകയാണ്. ഇവളിപ്പോൾ അമ്മയും കൂട്ടിയിട്ട് അവിടേക്ക് പോവാനാണ് ഇവളുടെ പ്ലാൻ, അതിനെന്തായാലും ഞാൻ സമ്മതിക്കില്ല എന്ന് ഇന്ദ്രൻ മനസ്സിൽ കരുതുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രനോട് സുശീല ചോദിക്കുകയാണ്, എന്താ മോനെ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയുമ്പോൾ, ഞാൻ എന്തായാലും ആ രവിയുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല, എനിക്ക് വയ്യ അവൻ്റെ മുഖം കാണാനൊന്നും. ഹർഷ ഒരു കാര്യം ചെയ്യേ, നീ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോരെ, എന്നിട്ട് നാളെ വേണമെങ്കിൽ നിനക്ക് അവിടേക്ക് തിരിച്ചു പോവാമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹർഷയ്ക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. ഹർഷ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഹർഷയ്ക്കും സുശീലയ്ക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി നേരെ ഇന്ദ്രൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ഇന്ദ്രൻ്റെ റൂമിലേക്ക് ഹർഷയും കൂടി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഹർഷ ഇന്ദ്രൻ്റെ കൈ പിടിച്ച് ഹർഷയുടെ വയറ്റിലങ്ങ് വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്ദ്ര ഇത് നിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടിയിട്ട് കൈ അങ്ങ് എടുക്കുകയാണ് കേട്ടോ.
എന്നിട്ട് എന്താ ഹർഷ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്ര നീ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ഞാൻ അയാളുടെ കൂടെ ജീവിക്കുന്ന അവസ്ഥ എന്താ നീ ഒന്ന് ആലോചിക്കാത്തത് എന്ന് പറയട്ടോ. ആ സമയത്തൊക്കെ ഇന്ദ്രന് ദേഷ്യം പിടിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ഇന്ദ്രൻ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഹർഷ പുറകിലൂടെ ചെന്നങ്ങ് ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇന്ദ്ര നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും നമുക്കിനി ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടേക്ക് സത്യനും പ്രതിഭയും കൂടി വരുന്നത്. അവർ ടൂർ മതിയാക്കി നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇന്ദ്രനും സുശീലയും അങ്ങ് പതറി നിൽക്കുകയാണ് കേട്ടോ. സത്യനെയും പ്രതിഭയെയും കാണുന്ന സമയത്ത് അങ്ങനെ സുശീലയും ഇന്ദ്രനൊക്കെ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്, ഇവരെന്താ 2-3 ദിവസത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ പെട്ടെന്ന് വന്നത് എന്നൊക്കെയാണ് കേട്ടോ അവർ മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ സത്യനോടും പ്രതിഭയോടും ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നത് എന്ന് ഇന്ദ്രനും സുശീലയും ചോദിക്കുമ്പോൾ പിന്നെ അമ്മേ പ്രതിഭയ്ക്ക് എന്തോ സുഖമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് എന്ന് പറയാണ്. അങ്ങനെ സത്യനും സുശീലയും ഇന്ദ്രനും കൂടി സംസാരിക്കുകയാണ്. പ്രതിഭ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ ഇവരെ കണ്ടതോടുകൂടി ഹർഷ അവിടെ ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഹർഷ ടേബിളിൽ അവളുടെ ഫോൺ ഇരിക്കുന്നത് എടുത്തുകൊണ്ട് പോവാൻ മറന്നതുകൊണ്ട് തന്നെ തിരിച്ച് പെട്ടെന്ന് തന്നെ പ്രതിഭ അകത്തേക്ക് വരുന്നതിൻ്റെ മുന്നേ ആ ഫോൺ എടുക്കാൻ വേണ്ടി തിരിച്ചു വരുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതിഭ ഹർഷയെ കാണുന്നത്. അങ്ങനെ ഹർഷയെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും പ്രതിഭ അങ്ങ് അലറി വിളിക്കുകയാണ് കേട്ടോ. സത്യേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് സത്യൻ ആകെ പേടിച്ചു പോവുകയാണ്. എന്തിനാണ് പ്രതിഭ ഇങ്ങനെ വിളിക്കുന്നത്, എന്താ ഉണ്ടായത് എന്നുള്ള ഭാവത്തിൽ സത്യം പെട്ടെന്ന് അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ സുശീലയും ഇന്ദ്രനും ആകെ പേടിയോട് കൂടി നിൽക്കുകയാണ്. സത്യനും പ്രതിഭയും ഹർഷയെ കണ്ടു അതാണ് എന്നുള്ള ഭാവത്തിൽ ആകെ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സത്യൻ അകത്തേക്ക് വരുന്ന സമയത്ത് എന്താ പ്രതിഭ എന്താ എന്ന് ചോദിക്കുമ്പോൾ ദയ നോക്ക് എന്ന് പറഞ്ഞ് പ്രതിഭ കാണിച്ചു കൊടുക്കുമ്പോൾ ഹർഷ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ സത്യൻ അങ്ങ് ദേഷ്യം വരികയാണ്. സത്യൻ ദേഷ്യത്തോട് കൂടി ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഹർഷ പതറിങ്ങോട്ട് പറയുകയാണ്, അത് പിന്നെ സത്യ എന്ന് പറഞ്ഞ് അങ്ങ് പറയാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇന്ദ്രനും സുശീലയും കൂടി അകത്തേക്ക് വരികയാണ്. എന്നിട്ട് സുശീല പറയണ, അത് സത്യ ഹർഷയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോവാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. സത്യം ചോദിക്കുകയാണ്, അതിനെന്തിനാ അമ്മയെ വിളിക്കുന്നത്, രവികുമാർ അവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സത്യ ഇവരുടെ കൂടെ പോവാൻ സ്ത്രീകളായിട്ട് ആരും തന്നെ ഇല്ലല്ലോ, അതാണ് ഞാനുമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോവാമെന്ന് ഹർഷ തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് സുശീല അങ്ങ് പതറിങ്ങോണ്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോഴും സത്യനും പ്രതിഭയ്ക്കും നല്ല സംശയം വരികയാണ്. ഇന്ദ്രനാണെങ്കിലോ ഇന്ദ്രൻ്റെ ആ ഒരു പരിങ്ങലും പതർച്ചയും കാണുമ്പോൾ സത്യന് കാര്യങ്ങളൊക്കെ കുറേശ്ശെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ സത്യനും പ്രതിഭയും വന്നതോടുകൂടി ഹർഷയ്ക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവേണ്ടി വരികയാണ്. ഹർഷ ഇന്ദ്രനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അനുപമ പെട്ടെന്ന് ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നുണ്ട് കേട്ടോ. ഇന്ദ്രനെ ഹർഷ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അനുപമ ആ സമയം ഒരു സ്വപ്നം കാണുകയാണ്. ഇന്ദ്രൻ എന്നേക്കുമായി അനുപമയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായി.